അതിൽപ്പെട്ടതാണ് ചില പ്രവാസികള്, സാധുക്കള്. കഷ്ടം. പള്ളിയിൽ ഒരു വരിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വരിയിടുന്നത് പ്രവാസികൾക്കാണ്. സാധാരണക്കാര്, നാട്ടിലുള്ള ബിസിനസ്സുകാരും അവരൊക്കെ 2 ലക്ഷം രൂപ കൊടുക്കുന്ന സ്ഥലത്ത് പ്രവാസികളായ പാവപ്പെട്ടവന് 5 ലക്ഷം രൂപയാണ് ഇടുക വരി. പള്ളിക്കാര് അവരവിടെ അങ്ങോട്ട് കുലുക്കുകയാണെന്നാണ് ഇവരുടെ ധാരണ. അവർക്ക് 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും നാട്ടിൽ വന്നാൽ. നാട്ടിൽ വന്നാലുള്ള അവസ്ഥ എന്താ? ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ബഹളാണ്. കൂട്ടുകാർ വരുന്നു, സിഗരറ്റ് വാങ്ങുന്നു, ഒരുമിച്ച് കടയിൽ പോകുന്നു. പിന്നെ ആ വന്ന മണവും പോക്കറ്റിന്റെ കനവും കുറയും ഒരാഴ്ച കൊണ്ട്. പിന്നെ ഇവന്മാരാരും കാണൂല. വന്നുടനെ കെട്ടിപ്പിടിച്ച് എന്നാളിയാ പോവാ. ദയവേത് ആ ചോദ്യം ആ പാവപ്പെട്ടവരോട് ചോദിക്കരുത്. കഷ്ടം. അവർക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു സന്തോഷം. നീ വന്നല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തണം. എന്നാ പോവാന്ന് ചോദിച്ച് അവന്റെ പോക്കറ്റിന്റെ കനം കുറയുന്നവരെ കൂടെ നടക്കും. പള്ളിക്കാർക്കും വേണം, നാട്ടുകാർക്കും വേണം, ഭാര്യക്കും വേണം, മക്കൾക്കും വേണം. ഉപ്പ എനിക്ക് അത് വേണം, ഭാര്യ പറ ഇക്ക എനിക്ക് അത് വേണം. ഒരാഴ്ച കഴിഞ്ഞാൽ ഇക്കാക്കും വേണ്ട, ഉമ്മാക്കും വേണ്ട, മക്കൾക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട. പിന്നെ ഈ സാധാരണ പ്രവാസികൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പോവാണ് അളയാ. എടാ എന്താ 2 മാസം ലീവ് എന്ന് പറഞ്ഞ് വന്നിട്ട് പോവാ. ആ ഒരു വാക്കുണ്ടല്ലോ, അത് സത്യത്തില് അവരുടെ മനസ്സറിയുന്നവരുടെ നെഞ്ചു പൊട്ടിപ്പോവും. ഞാൻ പോവാനടാ, 2 മാസത്തെ ലീവിന് വന്നിട്ട് പോവാണോ? പോണം, ഇവിടെ നിന്നാല് പ്രയാസാണ് എന്ന് പറഞ്ഞ് കണ്ണീരോടെ പറയുന്ന ഒരു വാക്കുണ്ട്. അവർക്ക് നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നറിയോ? പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടാ. വരുന്ന പവറിലുള്ള സ്നേഹമല്ല. അവരോട് എപ്പോഴും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണം. അവര് പാവങ്ങളാണ്, അവർക്ക് ആരുമില്ലാത്തവരാണ്. അവര് ഗൾഫിലെ ഒരു റൂമിനകത്ത് എല്ലാ രാജ്യത്തിലും എല്ലാ ഭാഷയിലും ഉള്ളവരെ ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ സ്നേഹിച്ച് ഉണ്ടുറങ്ങിയവരാണ്. അവർക്ക് സ്നേഹത്തിന് ആർത്തി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് കൊടുക്കണം. ഭാര്യയോട് പ്രത്യേകിച്ച് പറയുന്നു, അമ്മയോടും മക്കളോടും പറയുന്നു, അവരെ നിങ്ങൾ പണവും മണവും കുറയുമ്പോ അകറ്റി നിർത്തരുത്. അത് നിങ്ങൾക്ക് തീരാ ദുഃഖത്തിന് കാരണമാകും. എത്ര പേരാണ് അവിടെ നിന്ന് നെഞ്ചുപൊട്ടി അറ്റാക്ക് വന്ന് മരിച്ച് എയർപോർട്ടിൽ പോയി നമ്മൾ വാങ്ങുന്നില്ലേ മയ്യത്ത്? നിങ്ങൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന ഫിത്നകൾ, നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അതവർക്ക് താങ്ങാൻ പറ്റാതെ റൂമിനകത്തിരുന്ന് നെഞ്ചിൽ നീറി പുകഞ്ഞ് അത് പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നവരാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാവപ്പെട്ട പ്രവാസികൾക്ക് അള്ളാഹു സമാധാനവും ആശ്വാസവും പകർന്നു കൊടുക്കട്ടെ.